വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ചിത്രമായിരുന്നു പുലിമുരുകൻ. ഒരു മലയാള ചിത്രത്തിന് സ്വപ്നം മാത്രമായിരുന്നു 100 കോടി ക്ലബ്. എന്നാൽ മലയാളത്തെ ആദ്യമായി 100 കോടി ക്ലബിൽ മാത്രമല്ല 150 കോടി ക്ലബിലും ചിത്രം എത്തിച്ചു. മലയാളത്തിൽ പ്രദർശനം അവസാനിപ്പിച്ച ചിത്രം പിന്നീട് തെലുങ്കിലേക്കും മൊഴിമാറ്റിയെത്തിയിരുന്നു. തെലുങ്കിന് പുറമെ ചിത്രം തമിഴിലും മൊഴിമാറ്റിയെത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മലയാളത്തിൽ ചിത്രം റിലീസ് ചെയ്ത് ഏകദേശം 10 മാസത്തോട് അടുക്കുമ്പോഴാണ് പുലിമുരുകൻ തമിഴിലേക്ക് മൊഴിമാറ്റിയെത്തുന്നത്. തെലുങ്കിൽ മഞ്ഞംപുലി എന്ന പേരിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് തമിഴിൽ പുലിമുരുകൻ എന്ന് തന്നെയാണ് പേര്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ബ്ലോക്ക് ബസ്റ്ററായ പുലിമുരുകൻ തമിഴ് പതിപ്പ് തമിഴിൽ റെക്കോർഡ് റിലീസാണ് നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 305 തിയേറ്ററിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. തമിഴിലും റെക്കോർഡ് സ്വന്തമാക്കിയാണ് ചിത്രത്തിന്റെ തുടക്കം. തമിഴ്നാട്ടിൽ ഒരു മൊഴിമാറ്റ ചിത്രത്തിന് 300-ൽ അധികം തിയേറ്ററുകൾ ലഭിക്കുന്നത് ഇതാദ്യമാണ്. റിലീസ് തന്നെ റെക്കോർഡാക്കിയ ചിത്രം കളക്ഷനിൽ ഞെട്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത്. പുലിമുരുകൻ്റെ മുരുകനെ ഡബ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. RP ബാല തമിഴ് പതിപ്പിലെ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നു. ചിത്രത്തിൻ്റെ തമിഴ് ട്രെയിലറിന് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു. തിയേറ്ററുകളുടെ എണ്ണത്തിൽ മാത്രമല്ല വിതരണാവകാശത്തിലും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് പുലിമുരുകൻ. ഒരു മൊഴിമാറ്റ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് പുലിമുരുകൻ്റെ വിതരണാവകാശം PK നാരായണസ്വാമി സ്വന്തമാക്കിയിരിക്കുന്നത്. ഭൈരവ, തെരി എന്നീ ചിത്രങ്ങളുടെ പ്രാദേശിക വിവരണാവകാശം നാരായണസ്വാമിക്കായിരുന്നു. പുലിമുരുകൻ്റെ 3D പതിപ്പാണ് തമിഴിൽ റിലീസിനെത്തുന്നത്. മലയാളത്തിലും ചിത്രത്തിന് 3D പതിപ്പ് ഇറക്കിയിരുന്നു. 2D പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനം അവസാനിപ്പിച്ചതിന് ശേഷമായിരുന്നു മലയാളം 3D ഇറങ്ങിയത്. എന്നാൽ തമിഴിൽ ചിത്രത്തിൻ്റെ 3D പതിപ്പാണ് മുഴുവൻ തിയേറ്ററുകളിലും ഇറങ്ങുന്നത്. മഞ്ഞംപുലി എന്ന പേരിൽ തെലുങ്കിൽ ചിത്രം മൊഴിമാറ്റിയെത്തിയിരുന്നു. മോഹൻലാലിന് തെലുങ്കിലുള്ള ജനപ്രീതി കണക്കിലെടുത്തായിരുന്നു ചിത്രം തെലുങ്കിലെത്തിച്ചത്. ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുമായി ചിത്രം 15 കോടിയാണ് നേടിയത്. ഭാഷയ്ക്ക് അതീതമായി നിൽക്കുന്ന ഒരു വിഷയമാണ് പുലിമുരുകൻ്റെ പ്രമേയം എന്നതാണ് ചിത്രത്തിൻ്റെ പ്രത്യേകത. മനുഷ്യനും വന്യമൃഗവും തമ്മിലുള്ള പോരായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം. ഈ പുതുമ തന്നെയായിരുന്നു ചിത്രത്തിനെ പ്രേക്ഷകർ ഏറ്റെടുക്കാനും കാരണം. പുലിമുരുകൻ കണ്ട ഷാരൂഖ് ഖാൻ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള താല്പര്യം പ്രകടമാക്കി കഴിഞ്ഞു. സൽമാൻ ഖാൻ്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നായ ബോഡിഗാർഡ് ദിലീപ് നായകനായ അതേ പേരിലുള്ള മലയാള ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു. ബോഡിഗാർഡ് ഹിന്ദിയിൽ എത്തിച്ച സിദ്ദിഖിനെ തന്നെയാണ് പുലിമുരുകൻ ഹിന്ദിയിൽ എത്തിക്കാൻ സൽമാൻ ഖാൻ നോക്കുന്നത്. കടുവ ഉൾപ്പെടുന്ന സംഘട്ടന രംഗങ്ങൾ തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉദയകൃഷ്ണ ആദ്യമായി സ്വതന്ത്ര തിരക്കഥാകൃത്തായ ചിത്രം സംവിധാനം ചെയ്തത് വൈശാഖാണ്. മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചാൻ മുളകുപാടമാണ് ചിത്രം നിർമ്മിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യൂ.